നോക്കിക്കോളൂ. ഒന്നാമത്തേത് 2.3യുടെ സ്ക്വയർ കണ്ടുപിടിക്കുക. ബുക്കടച്ചൊക്കെ ഞാൻ പറഞ്ഞു. 2.3യുടെ സ്ക്വയർ കണ്ടുപിടിക്കാനാണ് ചോദ്യം അല്ലേ? നിങ്ങൾ ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? 2 പ്ലസ് 0.3 ദ ഹോൾ സ്ക്വയർ എന്ന് സ്പ്ലിറ്റ് ചെയ്യും. ഈ 2വിനെ എക്സ് ആയിട്ടും 0.3 എന്തായിട്ടും എടുക്കുന്നു? y ആയിട്ടും എടുക്കുന്നു. നീ ഇവിടെ എന്ത് റിസൾട്ട് അപ്ലൈ ചെയ്യും? എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. ഇതിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം 2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 0.3 പ്ലസ് 0.3യുടെ സ്ക്വയർ. സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. അപ്പോ ആദ്യം 2ന്റെ സ്ക്വയർ എത്രയാണ്? 2ന്റെ സ്ക്വയർ 4 പ്ലസ് 2 ഗുണം 2 4 ഗുണം 0.3. അപ്പൊ അത് ഗുണിക്കാനുള്ള എളുപ്പമാർഗം ഇത് പോയിന്റ് ഇല്ലെന്ന് വിചാരിക്കാം. അപ്പൊ എത്ര വരും? 3. 4 ഗുണം 3 12. 4 ഗുണം 3 12 ആണോ? അപ്പൊ അവിടെ പോയിന്റ് ഇല്ല എന്ന് വിചാരിച്ചാ ഗുണിച്ചത്. അപ്പൊ 12 കിട്ടി. പക്ഷെ എന്തുണ്ട്? പോയിന്റ് ഉണ്ട്. എത്ര പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനം? ഒരു സ്ഥാനം. ആ ഒരു സ്ഥാനം ആൻസറിനകത്ത് വരണ്ടേ? അപ്പൊ എത്ര വരും? 1.2. 1. അപ്പൊ 1.2 പ്ലസ് 0.3യുടെ സ്ക്വയർ. 0.3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം? 0.3 ഇൻറ്റു 0.3. പോയിന്റ് ഇല്ലെങ്കിൽ ഈ നമ്പര് 3. ഈ നമ്പര് 3 ഇൻറ്റു 3. ഇപ്പൊ പോയിന്റ് ഇല്ലെന്ന് വിചാരിച്ചല്ലേ നമ്മൾ ഗുണിച്ചത്. പക്ഷെ അവിടെ എന്തുണ്ട്? പോയിന്റ് ഉണ്ട്. ഒന്നാമത്തെ നമ്പറിൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് ഉണ്ട്? 1. രണ്ടാമത്തേനകത്ത് 1. മൊത്തം എത്ര പ്ലേസ്? ഈ 2 പ്ലേസ് നമ്മുടെ ആൻസറിനകത്ത് വരണ്ടേ? നമ്മുടെ റൈറ്റ് നിന്ന് ലെഫ്റ്റിലോട്ട് എണ്ണുന്നു. 1. അയ്യോ, ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കും, എന്നിട്ട് പോയിന്റ് ഇടും, എന്നിട്ടൊരു 0 കൊടുക്കും. അപ്പൊ എന്ത് കിട്ടും? 0.09. 0.09. നിമിഷോട്ടോ പോയിന്റ് 09 എന്നതിനെയാണ് നമ്മള് 0.09 എന്ന് എഴുതുന്നത്. കിട്ടിയ സംഗതി? ഓക്കെ. ഇനി ഇത് ആഡ് ചെയ്യുക. ആരെയൊക്കെ ആഡ് ചെയ്യുന്നത്? ചോദിച്ചാട്ടെ. 3 ഇൻറ്റു 3 9. ഒന്നാമത്തെ നമ്പറിൽ പോയിന്റ് കഴിഞ്ഞ് ഒരു പ്ലേസ്, രണ്ടാമത്തെ നമ്പറിൽ പോയിന്റ് കഴിഞ്ഞ് ഒരു പ്ലേസ്, മൊത്തം എത്ര പ്ലേസ്? അപ്പൊ ഈ ആൻസറിൽ 2 പ്ലേസ് വരണ്ടേ? 2 പ്ലേസ് എണ്ണാന്ന് വെച്ചാൽ വലത്തുനിന്ന് ഇങ്ങോട്ട് എണ്ണിയാൽ ആദ്യം ഒരു പ്ലേസേ ഉള്ളൂ. കാരണം 9 മാത്രമല്ലേ ഉള്ളൂ. ഒപ്പം ഒരു പ്ലേസിന്റെ കുറവുണ്ട്. കുറവുള്ള പ്ലേസ് നമ്മൾ അവിടെ എന്തിട്ട് കൊടുക്കണം? 0 ഇട്ട് കൊടുക്കണം. എന്നിട്ട് എന്തിടുക? പോയിന്റ് ഇടുക. അതിന്റെ മുമ്പ് നമ്പർ ഇല്ലാത്തത് കൊണ്ടാണ് 0.09 എന്ന് എഴുതിയത്. ഇപ്പൊ ക്ലിയർ ആയോ? അപ്പൊ ഇന്ന് തന്നെ ആഡ് ചെയ്തേ പറഞ്ഞേട്ടെ. 4 1.2 0.09. 4നെ നമുക്ക് 4.00 എന്ന് എഴുതാം. ഇതിനെ നമുക്ക് 1.20 എന്ന് എഴുതാം. ആഡ് ചെയ്ത് പറഞ്ഞേ 9 2 5. So the answer is 5.29. 5. നോക്കിക്കേ ശരിയാണോ? വെറുതെ അവസാനത്തെ ആൻസർ അല്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ സ്റ്റെപ്പ് നോക്കണം. ശരിയാണെങ്കിൽ ഓരോ സ്റ്റെപ്പിൽ ശരിയിടുക. തെറ്റ് എവിടെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കറക്റ്റ് ചെയ്യണം. അതാ ഡിങ്ക് വെച്ച്. എല്ലാരും ബോർഡിലേക്ക് നോക്കിയിരിക്കുക. നോക്കാം. 8.7ന്റെ സ്ക്വയർ നിങ്ങൾ ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? 8 പ്ലസ്
0.7 ദ ഹോൾ സ്ക്വയർ എന്ന് സ്പ്ലിറ്റ് ചെയ്യും. ഇതിൽ 8നെ എന്തായിട്ട് എടുക്കുക? എക്സ്. 0.7നെ എന്തായിട്ട് എടുക്കുക? വൈ. ഇത് വെച്ച് പറഞ്ഞാട്ട് ഉത്തരം. അത് ആരുടെ ഒരു കൈ? രണ്ടുപേരുടെ കൈയൊന്ന് മാറ്റി. ആദ്യം എക്സ് സ്ക്വയർ എങ്ങനെ? 8 സ്ക്വയർ പ്ലസ് 2 into 8 into 0.7 പ്ലസ് 0.7ന്റെ സ്ക്വയർ. 8 സ്ക്വയർ എത്രയാണ്? 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 8 into 8, 8 ഗുണം 8 64, 64. ഇനി ഗുണിക്കുന്ന ശ്രദ്ധിക്കണം. 2 ഗുണം 8 16, 16. 16നെ 0.7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിനെന്താണ് മാർഗം? ആദ്യം പോയിന്റ് ഇല്ലെന്ന് വിചാരിക്കാം. എങ്കിൽ രണ്ടാമത്തെ നമ്പർ എത്ര? 7. അപ്പൊ 16ഉം 7 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 6 7 42ന് 2 ശിഷ്ടം 4. 1 7 7ഉം 4ഉം കിട്ടും 112. അപ്പൊ പോയിന്റ് ഇല്ലെന്ന് വിചാരിച്ച് ഗുണിച്ചപ്പോഴല്ലേ ഇങ്ങനെ കിട്ടിയത്. പക്ഷെ ക്വസ്റ്റിനകത്ത് എന്തുണ്ട്? പോയിന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ നോക്കണം. പോയിന്റ് കഴിഞ്ഞ് എത്ര പ്ലേസ്? ഒരു പ്ലേസ്. ആ ഒരു പ്ലേസ് എവിടെ വേണം? ആൻസറിൽ വരണം. എവിടെ നിന്ന് എങ്ങോട്ട് എണ്ണും? 2ന്റെ ഇപ്പുറത്ത്. അപ്പൊ എത്ര കിട്ടും? 11.2. ഇനി 0.7ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അർത്ഥം 0.7 into 0.7 എന്നാണ്. അപ്പൊ പോയിന്റ് ഇല്ലെന്ന് വിചാരിച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 7 into 7 79, 49. പോയിന്റ് ഇല്ലെന്ന് വിചാരിച്ച് ഗുണിച്ചപ്പോഴല്ലേ ഇങ്ങനെ കിട്ടിയത്. ഇനി നോക്കിക്കേ, ഒന്നാമത്തെ നമ്പറിൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് ഉണ്ട്? ഒരു പ്ലേസ്. രണ്ടാമത്തേനകത്ത് മൊത്തം എത്ര പ്ലേസ് ഉണ്ട്? ഈ 2 പ്ലേസ് ആൻസറിൽ വേണ്ടേ? എവിടെ നിന്ന് എങ്ങോട്ട് എണ്ണും? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എണ്ണും. അപ്പൊ എത്ര കിട്ടും? 1 2. പോയിന്റ് 49 അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 0.49. ഇനി അഡീഷൻ ആണ് നോക്കുക. 64 11.2 0.49. അപ്പൊ ഇത് 0.00 ഇത് ആഡ് ചെയ്ത് പറഞ്ഞാട്ടെ. 9 4ഉം 2ഉം 6 4 1ഉം 5 6 1ഉം 75.69. 75 പോയിന്റ്. ബുദ്ധിമുട്ടെന്തെങ്കിലും ഇല്ല. എത്രന്റെ സ്ക്വയർ ആണ് അടുത്തത് കണ്ടുപിടിക്കേണ്ടേ? 10.1ന്റെ സ്ക്വയർ. 10 ബുക്ക് അടച്ചു നോക്കുക, ബോർഡിലേക്ക് നോക്കാം. 10.1നെ നിങ്ങൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? 10 പ്ലസ് 0.1 ദ ഹോൾ സ്ക്വയർ എന്ന് സ്പ്ലിറ്റ് ചെയ്യും. പറഞ്ഞാട്ടെ. ഇത് എക്സ്, ഇത് വൈ. പറഞ്ഞാട്ടെ. 10 സ്ക്വയർ പ്ലസ് 2 into 10 into 0.1 പ്ലസ് 0.1ന്റെ സ്ക്വയർ. ഓക്കെ. 10 സ്ക്വയർ എത്ര? 10ന്റെ സ്ക്വയർ 100 100 പ്ലസ് 2 into 10 20 20 into 0.1. 0. പോയിന്റ് ഇല്ലെങ്കിൽ ഈ നമ്പർ എത്ര? 1. 20 into 1 20. നമ്മൾ പോയിന്റ് ഇല്ലെന്ന് വിചാരിച്ചല്ലേ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തത്. പക്ഷെ ഓൾറെഡി എന്തുണ്ട് അവിടെ? പോയിന്റ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഇപ്പുറത്തോട്ട് ഒരു പോയിന്റ് ഉണ്ട്. അപ്പൊ എത്ര കിട്ടും? 2 ആണോ? 2.0 എന്ന് പറഞ്ഞാൽ 2 ആണ്. പ്ലസ് 0.1ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. 0. എന്ന് പറഞ്ഞാൽ 0.1 into 0.1. പോയിന്റ് ഇല്ലെന്ന് വിചാരിച്ച് ഗുണിക്കുക. അപ്പൊ ഇതെത്ര? 1. 1 into 1 1. ഇനി പോയിന്റ് ഉണ്ടല്ലോ. ഒന്നാമത്തെ നമ്പറിൽ പോയിന്റ് കഴിഞ്ഞ് ഒരു പ്ലേസ്, രണ്ടാമത്തെ നമ്പറിൽ പോയിന്റ് കഴിഞ്ഞ് ഒരു പ്ലേസ്. മൊത്തം എത്ര പ്ലേസ്? ഈ 2 പ്ലേസ് എവിടെ വരണം? ആൻസറിൽ വരണം. അപ്പൊ റൈറ്റ് നിന്ന് ലെഫ്റ്റിലോട്ട് ഉണ്ട്. അപ്പൊ എത്ര കിട്ടും? 1. 0.01. സംശയം എന്തെങ്കിലും ഉണ്ടോ?
ഇല്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാൻ പോവാണ്. 100 0.0. ഇവിടെ എല്ലാം പോയിന്റ് ഇട്ട് 0 കൊടുത്താൽ മതി. അപ്പൊ 1 0 2 0 1 ആൻസർ 102.01. ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എഴുതിയാട്ടെ. അല്ല, ബുക്ക് തുറന്നിട്ട് ഉത്തരം ശരിയാണോ നോക്കുക. ബോർഡിലേക്ക് നോക്കാം. 12.5 സ്ക്വയർ. ഇതിനെ നിങ്ങൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? 12 പ്ലസ് 0.5 സ്ക്വയർ. സംശയമൊന്നുമില്ലല്ലോ. ഇത് എക്സ് ആയിട്ട് എടുക്കുക, ഇത് വൈ ആയിട്ട് എടുക്കുക. പറഞ്ഞാട്ടെ. 12 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 12 ഇൻറ്റു 0.5 പ്ലസ് 0.5 സ്ക്വയർ. 12 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 12 ഇൻറ്റു 12. എത്ര? 12 ഇൻറ്റു 12 144, 144 പ്ലസ് 2 ഇൻറ്റു 12 2 ഗുണം 12 24. ആ 24നെ 0.5 കൊണ്ട് ഗുണിക്കണം. എങ്ങനെ ഗുണിക്കും? ആദ്യം 24നെ എത്ര കൊണ്ട് ഗുണിക്കുക? 5 കൊണ്ട് ഗുണിക്കുക. 24 ഗുണം 5 4 5 20 0 ശിഷ്ടം 2 2 ഗുണം 5 10 10 അധികം 2 12 120. നമ്മൾ പോയിന്റ് ഇല്ലെന്ന് വിചാരിച്ചല്ലേ ഗുണിച്ചത്. ആക്ച്വലി അവിടെ എന്തുണ്ട്? ഏത് നമ്പറിനകത്ത്? ഈ നമ്പറിനകത്ത്. പോയിന്റ് കഴിഞ്ഞ് എത്ര പ്ലേസ്? ഈ ഒരു പ്ലേസ് ആൻസറിനകത്ത് വരണ്ടേ? അപ്പൊ എത്ര വരും? 12.0. 12.0 എന്ന് പറഞ്ഞാൽ 12. ഇനി 0.5 സ്ക്വയർ എന്ന് പറഞ്ഞ അർത്ഥം 0.5 ഇൻറ്റു 0.5. ആദ്യം എന്തില്ലെന്ന് വിചാരിക്കാം? പോയിന്റ് ഇല്ലെന്ന് വിചാരിക്കാം. അപ്പൊ 5 ഇൻറ്റു 5 25. ഒന്നാമത്തെ നമ്പറിൽ പോയിന്റ് കഴിഞ്ഞ് എത്ര പ്ലേസ് ഉണ്ട്? 1. രണ്ടാമത്തേനകത്ത് അപ്പൊ മൊത്തം എത്ര പ്ലേസ് ആയി? ഈ 2 പ്ലേസ് ആൻസർ വരണ്ടേ? എവിടെ നിന്ന് എങ്ങോട്ട് എണ്ണും? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എണ്ണും. 1 2 കുത്തിട്ടു 0.25. 0. അപ്പോ 144 144 12 12 0.25. ഇവിടെ ഒന്നും പോയിന്റ് ഇല്ലാത്തതുകൊണ്ട് പോയിന്റ് ഇട്ട് 2 0 കൊടുത്താലും വിലയൊന്നും മാറത്തില്ല. 5 2 4 2 6 4 1 5 1 ആൻസർ 156.25 ഒന്ന് വായിക്കരുത്. 25 ബുക്ക് ഓർ നോക്കിക്കേ ശരിയാണോ ഉത്തരം? ബോർഡിലേക്ക് നോക്കിയിരിക്കുക. 15.7 സ്ക്വയർ 15.7 സ്ക്വയർ ആണ് കണ്ടുപിടിക്കുന്നത്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞാട്ടെ. 15 പ്ലസ് 0.7 ദ ഹോൾ സ്ക്വയർ. ഇത് എക്സും ഇത് വൈയുമായിട്ട് വിചാരിക്കാം. അപ്പൊ എന്ത് കിട്ടും പറഞ്ഞാട്ടെ? 15 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 15 ഇൻറ്റു 0.7 പ്ലസ് 0.7 സ്ക്വയർ. 15 സ്ക്വയർ 225 225. അതുല്യ മാഡം ഇവിടെ ശ്രദ്ധിച്ചിരിക്കൂ. അടുത്തത് 2 ഗുണം 15 2 ഗുണം 15 30. അപ്പൊ 30 ഇൻറ്റു 0.7. ഇതെങ്ങനെ ഗുണിക്കും? ഇത് 3യും പോയിന്റ് ഇല്ലെങ്കിൽ ഇത് 7ഉം. 3 ഇൻറ്റു 7 21. ശ്രദ്ധിക്കൂ, ഇവിടുത്തെ 0 ഒഴിവാക്കിയല്ലേ ഗുണിച്ചത്. അപ്പൊ ആദ്യം എന്ത് ചേർക്കണം? 0 ചേർക്കണം.
രണ്ടാമത് ഇവിടുത്തെ പോയിന്റ് ഒഴിവാക്കിയിട്ടല്ലേ ഗുണിച്ചത്. അപ്പൊ ആ പോയിന്റ് കൗണ്ട് ചെയ്യണം. പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര പ്ലേസ്, ആ ഒരു പ്ലേസ് ആൻസറിനകത്ത് വരണ്ടേ. അപ്പൊ എന്ത് കിട്ടും? 21.0 എന്ന് പറയുമ്പോ 21 പ്ലസ് 0.7 സ്ക്വയർ എന്ന് പറയുമ്പോ 0.7 ഇൻറ്റു 0.7. പോയിന്റ് ഇല്ലെങ്കിൽ ഈ നമ്പര് 7 ഇൻറ്റു 7 14. ഓക്കെ, പോയിന്റ് ഇല്ലെന്ന് വിചാരിച്ചല്ലേ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തത്. പോയിന്റ് കഴിഞ്ഞ് ഇവിടെ എത്ര പ്ലേസ് ഉണ്ട്? ഇവിടെ എത്ര പ്ലേസ് ഉണ്ട്? മൊത്തം എത്ര പ്ലേസ്? ഈ 2 പ്ലേസ് ആൻസറിനകത്ത് വരണ്ടേ ശരിയെ. നമ്മൾ എവിടുന്ന് എങ്ങോട്ട് എണ്ണും? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എണ്ണം. 1, 2 പോയിന്റ് ഇട്ടു 0. ആൻസർ 0.49. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുകയാണ്. 225 21 0.49 ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നു അല്ലേ. 9 4 5 1 6 2 2 4 2. ആൻസർ 246.49. ബുക്ക് തുറന്നിട്ട് ഉത്തരം ശരിയാണോ നോക്കുക. തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. Where they are expected to bring a substantial amount of money and gift to their